ഇതിലെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നെവർ ഗീവ് അപ്പ് എന്നുള്ള മെസ്സേജാണ്. അത് എൻ്റർടൈനറാണ്. എന്തായാലും ദുൽഖർ മമ്മൂട്ടിയുടെ പകരം തെളിയിക്കുകയാണ്. എല്ലാം ഉണ്ട്, ആക്ഷൻ എല്ലാം ഉണ്ട്. ആർട്ടിസ്റ്റ് ഡയറക്ടറാണ്, പക്ഷേ ആ തരത്തിലുള്ള മൂവിയല്ല, വേറെ ജോണറാണ്. സ്റ്റൈലൈസ്ഡ് മേക്കിംഗ് ആണ്. മമ്മൂട്ടിയുടെ സ്റ്റൈൽ ഫിലിം തന്നെയാണ്. മമ്മൂട്ടിയുടെ അതേ സ്റ്റൈലൈസ്ഡ് ലുക്ക് വരുന്നുണ്ട്. ആക്ഷൻ ആയാലും എന്തായാലും ഒരു പാൻ ഇന്ത്യൻ ഹിറ്റാവേണ്ട മൂവിയാണ്. ഒരു ബോളിവുഡ് ഫിലിം പോലെയുണ്ട്. ബോളിവുഡ് ഹോളിവുഡ് ആ റേഞ്ചിൻ്റെ പടമാണ്. പിന്നെ വിനയ് ഫോർട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. അതോടൊപ്പം തന്നെ നല്ല മെസ്സേജും ഉണ്ട്. വലിയൊരു ഹിറ്റാൻ സാധ്യതയുണ്ട്. ഓണാര് തൂക്കും? ഒന്നും പറയാൻ പറ്റില്ല. കാലിഫ് അതിൽ മോഡലുണ്ട്. പൃഥ്വിരാജിൻ്റെ പടം, വൈശാഖിൻ്റെ പടം. പിന്നെ ബെത്ലേം യൂണിറ്റ് ഉണ്ട്, മറ്റേ നിവിൻ പോളിയുടെ. 3 നല്ല മൂവീസാണ്. 3 ഹിറ്റാൻ സാധ്യതയുണ്ട്. ഇതിൽ ആംഗിയും ട്രെയിലറും വളരെ ഇമ്പ്രസീവാണ്. നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദുൽഖർ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആസ് എൻ ആക്ടർ. മമ്മൂട്ടിയുടെ മകനാണ് തെളിയിക്കുന്നുണ്ട്. ഇതുവരെ കാണാത്ത ദുൽഖർ ആക്ഷൻ എല്ലാം ഉണ്ട്. ഒരു പുള്ളിക്ക് ഇവിടെ മലയാള സിനിമ പാൻ ഇന്ത്യൻ മാർക്കറ്റുള്ള പുള്ളിക്കാണ്. ഡയറക്ടറാണെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് ഫിലിംസാണ് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുള്ള മൂവിയല്ല, ആർട്ടിസ്റ്റ് അടിപ്പടമായിരുന്നു. ഇത് വേറെ വളരെ ഹൈലി മോഡേൺ ഫിലിമാണ്. എനിക്ക് ഒരു 2K പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബെറ്റിങ്ങും മറ്റേ കാണിക്കുന്ന ക്രിക്കറ്റ് ഉണ്ട്. ഒരു ബോളിവുഡ് ഫിലിം കാണുന്ന പോലെയുണ്ട്. എന്തായാലും നല്ല മേക്കിങ്ങാണ്. ആ മെസ്സേജ് ഇഷ്ടപ്പെട്ടു, നെവർ ഗീവ് അപ്പ്. അത് ഇന്നത്തെ യൂത്ത് പഠിക്കേണ്ട കാര്യമാണ്. ഡിറ്റർമിനേഷൻ മെസ്സേജും ഉണ്ട്, ഒപ്പം നല്ല എൻ്റർടൈനറുമാണ്. ലാഗും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ട്രെയിലർ കണ്ടിട്ട് നല്ല മൂവിയെ തോന്നുന്നുണ്ട്. 3 പേർ ഇറ്റാൻ സാധ്യതയുണ്ട്. കാലിഫി ആണെങ്കിലും അയാം ഗീമ ആണെങ്കിലും മറ്റേ ബെത്ലേം യൂണിറ്റാണ്. ബെത്ലേം യൂണിറ്റിലും രണ്ടിലും വിനയ് ഫോർട്ട് ഉണ്ട്. വിനയ് ഫോർട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി രണ്ടിലും ഉണ്ട്. എന്തായാലും ഓണത്തിന് എല്ലാവരും കയറി തൂക്കട്ടെ. ഓക്കെ, ബോക്സ് ഓഫീസ് വിജയം വരട്ടെ. എന്നാലും മലയാളം ഫിലിം ഇൻഡസ്ട്രി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ.